2024 ഓഗസ്റ്റ് 10 ശനി. ഇന്ന് 1199 കർക്കിടകം 26. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഒറ്റ രാത്രി കൊണ്ട് ഒഴുകിപ്പോയതാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജീവിതങ്ങൾ. സ്വപ്നങ്ങളെ കടപുഴക്കിയ ഉരുൾപൊട്ടലിൻ്റെ ഔദ്യോഗിക കണക്കിൽ മരണം 226, കാണാതായവർ 133. വീടും വിളയും പ്രതീക്ഷയും സ്വപ്നവും നഷ്ടമായത് അതിലും എത്രയോ പേർക്ക്. ഉറ്റവരെയോർത്ത് വിതുമ്പി ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നവരാണെങ്കും വേർപാടിൻ്റെ വ്യത പങ്കുവയ്ക്കുന്നവർ. വയനാട് മലനിരകളിൽ കലിതുള്ളിയെത്തിയ ഇരുൾ കവർന്നെടുത്തവർ, അവർക്ക് പ്രണാമം. മാറി താമസിക്കാൻ അടിയന്തര സഹായം. പ്രായപൂർത്തിയായ വ്യക്തിക്ക് ദിവസം 300 രൂപ വീതം ഒരു മാസത്തേക്ക് ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ശേഷിക്കാത്തവർക്കും മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറാൻ സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് ഈ ആനുകൂല്യം. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങളിൽ 3 പേർക്ക് ആനുകൂല്യം നൽകും. 30 ദിവസത്തേക്കാണ് ഇത്. പുറമെ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ അനുവദിക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കലക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് താമസ സ്ഥലം അനുവദിക്കും. പട്ടിക വിഭാഗങ്ങളിൽ മേൽത്തട്ടില്ല. സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്രം തള്ളി. തീരുമാനം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ. പട്ടികജാതി പട്ടികവർഗ അതായത് SC ST വിഭാഗങ്ങളിലെ മേൽത്തട്ടുകാരെ അതായത് ക്രിമി ലെയർ തരംതിരിച്ച് സംവരണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീം കോടതിയുടെ അഭിപ്രായം കേന്ദ്ര സർക്കാർ തള്ളി. നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷം മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പട്ടിക വിഭാഗങ്ങൾക്കുള്ളിൽ മേൽത്തട്ടുകാരെ നിർണ്ണയിക്കാനുള്ള വ്യവസ്ഥ ഭരണഘടനയിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം BR അംബേദ്കർ മുന്നോട്ട് വച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് പറഞ്ഞു. അതേസമയം പരാമർശത്തിനിടയാക്കിയ വിധിയിലെ പ്രധാന ഭാഗത്തെക്കുറിച്ച് സർക്കാർ പ്രതികരിച്ചില്ല. പട്ടികജാതി വിഭാഗങ്ങളിലെ അതിപിന്നാക്ക സമുദായങ്ങൾക്ക് സംവരണത്തിൻ്റെ മെച്ചം കൂടുതൽ ലഭിക്കാൻ ഉപസംവരണമാകാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭൂരിപക്ഷ ബെഞ്ച് വ്യക്തമാക്കിയത്. മേൽത്തട്ട് എന്ന പേരിലുള്ള ഒഴിവാക്കൽ പാടില്ലെന്ന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച BJPയിലെ SC ST MPമാർ ആവശ്യപ്പെട്ടിരുന്നു. ചില ജഡ്ജിമാരുടെ വെറും പരാമർശം മാത്രമാണ് ഇതെന്നും സർക്കാരിന് ബാധകമല്ലെന്നും പ്രധാനമന്ത്രി ഇവർക്ക് മറുപടി നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗവും വിഷയം ചർച്ച ചെയ്തത്. ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം ഗുസ്തി അമൻ സഹ്റാവത്തിന് വെങ്കലം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 6. വിനേഷ് ഫോഗട്ടിൻ്റെ കണ്ണീർ വീണ ഒളിമ്പിക് ഗോദയിൽ രാജ്യത്തിൻ്റെ അഭിമാന താരമായി അമൻ സഹ്റാവത്ത്. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ പോർട്ടറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ 13-5 അമൻ മലർത്തിയിടിച്ചത്. മത്സരത്തിൻ്റെ ആദ്യ റൗണ്ടിൽ 6-3 ലീഡ് നേടിയ അമൻ പിന്നീട് മേധാവിത്വം കൈവിടാതെ വിജയവും വെങ്കലവും സ്വന്തമാക്കി. അതിവേഗക്കാരായ താരങ്ങളുടെ ഏറ്റുമുട്ടലായി വെങ്കല പോരാട്ടം. ദ്രുതചലനങ്ങളോടെ അമനും ഡാരിയനും തുടക്കത്തിൽ മത്സരത്തിൽ പിടിമുറുക്കാൻ ശ്രമിച്ചു. എന്നാൽ എതിരാളിയുടെ തന്ത്രങ്ങളുടെ ധാരണ ലഭിച്ചതോടെ അമൻ തരിമ്പും വിട്ടുകൊടുത്തില്ല. അമൻ്റെ വിജയത്തോടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 6. ഇക്കുറി ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലും ഒളിമ്പിക് ഗുസ്തിയിൽ ഇന്ത്യയുടെ 8ാം മെഡലുമാണ് ഇത്. 2008 മുതൽ ഒളിമ്പിക് ഗുസ്തിയിൽ മെഡലില്ലാതെ ഇന്ത്യ മടങ്ങിയിട്ടില്ല. അണ്ടർ 23 ലോക ചാമ്പ്യനായ അമൻ മാത്രമാണ് ഗുസ്തിയിൽ ഇക്കുറി ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക പുരുഷ താരം. ഡൽഹി മദ്യനയ കേസ് സിസോദിയയ്ക്ക് സുപ്രീം കോടതി ജാമ്യം. വിചാരണ നീളുന്നത് നീതി നിഷേധം. സിസോദിയയുടെ മോചനം 17 മാസത്തിന് ശേഷം വേഗത്തിലുള്ള വിചാരണ വ്യക്തിയുടെ അവകാശം. കേസിലെ വസ്തുത മാത്രം പരിഗണിച്ച് ആരോപണ വിധേയനെ അനന്തകാലം ജയിലിലടയ്ക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഡൽഹി മദ്യനയ കേസിൽ മുൻ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചു. 17 മാസമായി ജയിലിൽ കഴിയുന്ന സിസോദിയ ഇന്നലെ രാത്രി മോചിതനായി. വസ്തുതകൾക്കൊപ്പം വിചാരണയുടെ വേഗവും കോടതികൾ പരിഗണിക്കണമെന്ന് ജാമ്യ ഉത്തരവിൽ പറയുന്നു.
വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും വേഗത്തിലുള്ള വിചാരണയും ഭരണഘടന ഉറപ്പു നൽകുന്ന പരമപവിത്രമായ അവകാശങ്ങളാണെന്ന് ജഡ്ജിമാരായ BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇവയ്ക്ക് അർഹമായ പരിഗണന നൽകിയ ശേഷമേ ജാമ്യാപേക്ഷ തള്ളാൻ പാടുള്ളൂ. ജാമ്യം അനുവദിക്കുകയാണ് ചട്ടമെന്നും ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ജയിലിലിടേണ്ടതെന്നും കോടതികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വയം സുരക്ഷിതരായി നിന്നാണ് വിചാരണ കോടതികളും ഹൈക്കോടതികളും പെരുമാറുന്നത്. സാധ്യമായ കേസുകളിൽ പോലും ജാമ്യം അനുവദിക്കാത്തത് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. സെക്രട്ടേറിയറ്റും ഓഫീസുകളും സന്ദർശിക്കുന്നതിൽ നിന്ന് സിസോദിയയെ വിലക്കണമെന്ന അന്വേഷണ ഏജൻസികളുടെ ആവശ്യം ബെഞ്ച് തള്ളി. ഡൽഹി മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയയെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ED അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത മാസം അതേ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരവും CBI അറസ്റ്റ് രേഖപ്പെടുത്തി. ഭൂമിക്കുള്ളിൽ മുഴക്കം, വയനാട്ടിൽ ആശങ്ക. മുഴക്കം കേട്ടെന്ന് കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലുള്ളവരും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടാക്കിയ ഭീതി മാറുന്നതിനു മുൻപേ വയനാട്ടുകാരിൽ ആശങ്ക പരത്തി ഭൂമിക്കുള്ളിൽ നിന്ന് അസാധാരണ ശബ്ദവും വിറയലും. ഇന്നലെ രാവിലെയാണ് വൈത്തിരി, ബത്തേരി താലൂക്കുകളിലെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞത്. പൊഴുതന, നെന്മേനി, വെങ്ങപ്പള്ളി, അമ്പലവയൽ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലും 2019-ലും 20-ലും ഉരുൾപൊട്ടലുണ്ടായ കുറിച്യർമലയിലും ഈ പ്രതിഭാസമുണ്ടായി. തുടർന്ന് നാട്ടുകാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും തുറസായ പ്രദേശങ്ങളിലേക്കും ഇറങ്ങി നിന്നു. നെന്മേനി, അമ്പലവയൽ പഞ്ചായത്തുകളിലായി 3 സ്കൂളുകൾ നേരത്തെ വിട്ടു. എന്നാൽ സംസ്ഥാനത്തുടനീളവും വയനാട്ടിലും സ്ഥാപിച്ച ഭൂകമ്പ മാപിനികളിലൊന്നും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയതോടെ ആശങ്ക അകന്നു. ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ പല തട്ടുകളിലായി വലിയ മൺകൂനകൾ ഉണ്ടാകുമെന്നും അവ ഇളകി നിരപ്പാകുന്ന പ്രതിഭാസം സാധാരണമാണെന്നും കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഭൂമിക്കടിയിലെ മൺപാളികൾ തമ്മിലുള്ള ഘർഷണം പ്രദേശത്ത് കുലുക്കവും ശബ്ദവും സൃഷ്ടിക്കാറുണ്ടെന്നും ഇതാകാം ജില്ലയിൽ അനുഭവപ്പെട്ടതെന്നും കലക്ടർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിലും തൃശൂർ ചാവക്കാട് പുതിയറയിലും പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലെ ചില ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും രാവിലെ മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ഹിജാബ്, ബുർഖ ക്യാമ്പസിൽ ധരിക്കാമെന്ന് സുപ്രീം കോടതി. പൊട്ടുതൊട്ടും കുറിയിട്ടും വരുന്നതിനെ തടയുമോ എന്നും കോടതി. ഹിജാബ്, ബുർഖ എന്നിവ നിരോധിച്ച മുംബൈയിലെ സ്വകാര്യ കോളേജിൻ്റെ തീരുമാനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹിജാബ് അനുവദിക്കുന്നതിനെ എതിർത്ത കോളേജ് അധികൃതരോട് പൊട്ടുതൊട്ടോ കുറിയിട്ടോ വിദ്യാർത്ഥികൾ വരുന്നതിനെ നിങ്ങൾ തടയുന്നുണ്ടോ എന്ന് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് ചോദിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയും കാലത്തിനു ശേഷം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും കോടതി പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മഹാദുരന്തം ഒപ്പമുണ്ടാകണം. ഇതുവരെ ആകെ മരണസംഖ്യ 226, കാണാതായവർ 133. ദുരന്തം ബാധിച്ചത് 4833 മനുഷ്യരെ. ദുരന്തം മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ. ഈ മേഖലയിലുണ്ടായിരുന്നത് 1721 വീടുകളിലായി 4833 പേർ. മുണ്ടക്കൈയിൽ 451 കുടുംബങ്ങളിലായി 1247 ആളുകൾ. അട്ടമലയിൽ 601 കുടുംബങ്ങളിലായി 1424 ആളുകൾ. വിദ്യാഭ്യാസ വകുപ്പിൽ മരിച്ചവർ 36 കുട്ടികൾ, കാണാതായവരിൽ 17 കുട്ടികൾ. 276 വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു. 438 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും ബാഗും നഷ്ടമായി. മാതാപിതാക്കളെ നഷ്ടമായത് 3 കുട്ടികൾക്ക്. കാർഷിക മേഖലയിൽ ആകെ നഷ്ടം 21 കോടി രൂപ. കാർഷിക ഉപകരണങ്ങൾ നശിച്ചതിലുള്ള നഷ്ടം 72.75 ലക്ഷം. കാർഷിക വിളകൾ നശിച്ചതുമൂലമുള്ള നഷ്ടം 9.21 കോടി. ആകെ നശിച്ചത് 310 ഹെക്ടർ കൃഷിഭൂമി. 850 കർഷകരുടെ വസ്തുവകകൾ നശിച്ചു. 1546 ഏക്കറിലായി 1285 കർഷകരുടെ വിളകൾ നശിച്ചു. മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടം 2.5 കോടി. ചത്ത കന്നുകാലികൾ 26, കാണാതായ കന്നുകാലികൾ 107. ചൂരൽമലയിലെ 40 ക്ഷീരകർഷകരിൽ 14 പേർ മരിച്ചു. KSEBയിൽ പൂർണ്ണമായി തകർന്ന് 307 വീടുകൾ, 76 വീടുകൾ ഭാഗികമായി തകർന്നു.
മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി നശിച്ചത് 87 കടകൾ. വയനാടിനെ ചേർത്തു നിർത്തണം, ഒപ്പമുണ്ടാകണം. ശുഭദിനം. നന്ദി.